വണ്ണം കുറയ്ക്കുന്ന സമയത്ത് ആരോഗ്യം നിലനിർത്താൻ ശരിയായ കലോറി അളവിലുള്ള വെൽ ബാലൻസ്ഡ് ഡയറ്റ് അനിവാര്യമാണ്. വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് 1407 കിലോ കലോറി അടിസ്ഥാനമാക്കിയുള്ള നല്ലൊരു വെയ്റ്റ് ലോസ് ഡയറ്റ് പ്ലാനാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇതൊരു ഫുൾ ഡേ ഡയറ്റ് പ്ലാനാണ്. ഈയൊരു ഡയറ്റ് പ്ലാനിൽ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസുമൊക്കെ ശരിയായ അളവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈയൊരു ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും ബെറ്റർ എനർജി ലഭിക്കുന്നതിനും സഹായിക്കും. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. ഈയൊരു ഡയറ്റ് പ്ലാനിലൂടെ നിങ്ങൾക്ക് 90 ദിവസത്തിനുള്ളിൽ 10 കിലോ വരെ കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് 1407 കിലോ കാലോറി അടങ്ങിയിരിക്കുന്ന ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ 6:30 ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് മിക്സ് ചെയ്തെടുത്ത് കുടിക്കുക. ഇതിൽ ഒട്ടും കലോറിയില്ല. ഇത് മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. കൂടാതെ ശരീരത്തിലെ ടോക്സിൻസ് റിമൂവ് ചെയ്യാനും സഹായിക്കും. അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞ് സോക്ക് ചെയ്തെടുത്ത 5 ബദാം തൊലി കളഞ്ഞ് കഴിക്കുക. 5 ബദാമിൽ 52 കലോറിയും 5 ഗ്രാം കൊഴുപ്പും 1 ഗ്രാം പ്രോട്ടീനും 1 ഗ്രാം കാർബോഹൈഡ്രേറ്റുമാണുള്ളത്. എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ ബദാം വളരെ നല്ലതാണ്. ഇതിൽ ഹെൽത്തി ഫാറ്റ്സ് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റായി വെജിറ്റബിൾ ഓട്സ് ഉപ്മ കഴിക്കാവുന്നതാണ്. ഒരു ബൗൾ ഓട്സ് ഉപ്മ കഴിക്കാം. ഇതിൽ നിന്നും നിങ്ങൾക്ക് 250 ഗ്രാം കലോറിയും 6 ഗ്രാം ഫാറ്റും 8 ഗ്രാം പ്രോട്ടീനും 140 ഗ്രാം കാർബോഹൈഡ്രേറ്റും ലഭിക്കുന്നതായിരിക്കും. കൂടെ സൈഡ് ഡിഷായി കൊഴുപ്പ് കുറഞ്ഞ തൈര് 100 ml കഴിക്കാവുന്നതാണ്. തൈരിൽ നിന്നും 60 കലോറിയും 3 ഗ്രാം കൊഴുപ്പും 5 ഗ്രാം പ്രോട്ടീനും 4 ഗ്രാം കാർബോഹൈഡ്രേറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി മിഡ് മോർണിംഗ് ആയി ഒരു 11 മണിയാകുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുക. അതായത് പപ്പായ, ഓറഞ്ച്, പേരയ്ക്ക, ഇതിലേതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഒരു മീഡിയം സൈസ് ഫ്രൂട്ടിൽ 70 കലോറിയും 1 ഗ്രാം പ്രോട്ടീനും 16 ഗ്രാം കാർബ്സും അടങ്ങിയിരിക്കുന്നു. ഫ്രൂട്ട്സിൽ കൊഴുപ്പ് ഒട്ടും തന്നെയില്ല. അടുത്തത് ലഞ്ചാണ്, അതായത് ഉച്ചഭക്ഷണം. ഉച്ചഭക്ഷണം ഏകദേശം 1:30 കഴിക്കേണ്ടത്. ലഞ്ചിനായി മൾട്ടിഗ്രെയിൻ 2 റൊട്ടി കഴിക്കാവുന്നതാണ്. അതും മീഡിയം സൈസ് മൾട്ടിഗ്രെയിൻ റൊട്ടി കഴിക്കാം. ഈ മൾട്ടിഗ്രെയിൻ റൊട്ടിയിൽ നിന്നും 200 കലോറിയും 6 ഗ്രാം ഫാറ്റും 6 ഗ്രാം പ്രോട്ടീനും 35 ഗ്രാം കാർബ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ മിക്സഡ് വെജിറ്റബിൾ കറി ഒരു ബൗൾ കഴിക്കാവുന്നതാണ്. ഈ കറിയിൽ നിന്നും 120 കലോറിയും 4 ഗ്രാം ഫാറ്റും 4 ഗ്രാം പ്രോട്ടീനും 15 ഗ്രാം കാർബ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടെ നിങ്ങൾക്ക് പ്രോട്ടീൻ ലഭിക്കുവാനായി 1 കപ്പ് ദാൽ കൂടെ കഴിക്കാവുന്നതാണ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് 150 കലോറിയും 10 ഗ്രാം പ്രോട്ടീനും 20 ഗ്രാം കാർബ്സും ലഭിക്കുന്നതായിരിക്കും. ലഞ്ചിൻ്റെ കൂടെ ഒരു ബൗൾ കുക്കുംബർ സാലഡ് കൂടെ കഴിക്കണം. ഇതിൽ നിന്നും നിങ്ങൾക്ക് 20 കലോറിയും 1 ഗ്രാം പ്രോട്ടീനും 4 ഗ്രാം കാർബ്സും ലഭിക്കുന്നതായിരിക്കും. കുക്കുംബറിൽ കൊഴുപ്പ് ഒട്ടും തന്നെയില്ല. ലഞ്ചിന് ഇത്രയും മതി. ഇത് തന്നെ നിങ്ങൾക്ക് നല്ല ഫില്ലിംഗ് ആയിരിക്കും. അടുത്തത് ഈവനിങ് സ്നാക്ക് 4:30 കഴിക്കേണ്ടത്. ചായയ്ക്ക് പകരം ഗ്രീൻ ടീ കുടിക്കുക. ഇതിന് 0 കലോറിയാണ്. സ്നാക്സായി ഒരു പിടി റോസ്റ്റഡ് ചന കഴിക്കാവുന്നതാണ്. ഏകദേശം 30 ഗ്രാമാണ് കഴിക്കേണ്ടത്. ഇതിൽ 120 കലോറിയും 3 ഗ്രാം ഫാറ്റും 6 ഗ്രാം പ്രോട്ടീനും 18 ഗ്രാം കാർബ്സുമാണുള്ളത്. അടുത്തത് പ്രീ ഡിന്നർ. ഡിന്നറിന് മുൻപായി 7 മണിക്ക് ഒരു ബൗൾ വെജിറ്റബിൾ സൂപ്പ് കഴിക്കാവുന്നതാണ്. ഇതിൽ നിന്നും 50 കലോറിയും 1 ഗ്രാം ഫാറ്റും 2 ഗ്രാം പ്രോട്ടീനും 8 ഗ്രാം കാർബ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് ഡിന്നർ. രാത്രിയിലെ ഭക്ഷണം 8 മണിക്ക് കഴിക്കാം. വെജിറ്റബിൾ ക്വിനോവ കിച്ചടി കഴിക്കാം, ഒരു ബൗൾ. ഇതിൽ നിന്നും 250 കലോറിയും 6 ഗ്രാം ഫാറ്റും 9 ഗ്രാം പ്രോട്ടീനും 38 ഗ്രാം കാർബ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടെ വെജിറ്റബിൾ റൈത്ത 100 ml കഴിക്കാവുന്നതാണ്. ഇതിൽ നിന്നും 80 കലോറിയും 3 ഗ്രാം ഫാറ്റും 5 ഗ്രാം പ്രോട്ടീനും 6 ഗ്രാം കാർബ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത്താഴം കഴിച്ചതിന് ശേഷം 9:30 പോസ്റ്റ് ഡിന്നറായി ചൂടുള്ള ഒരു ഗ്ലാസ് ടർമറിക് വാട്ടർ കുടിക്കുക. ഇതിൽ കലോറി ഒട്ടും തന്നെയില്ല. ഇത് ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഒരു ദിവസത്തെ വെയ്റ്റ് ലോസ് ഡയറ്റ് പ്ലാൻ. ഇതൊരു ഹെൽത്തി വെയ്റ്റ് ലോസ് ഡയറ്റ് പ്ലാനാണ്. ഇതിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ ഒന്ന് ട്രൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ റിസൾട്ടും കമൻറ്റായി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ല. ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.